ഉദ്ദേശശുദ്ധി, ഇതാണ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ കാതലായ സന്ദേശം. ഫിലിപ്പിയർ 4:11. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. പരിശുദ്ധ ബൈബിൾ ലളിത തർജ്ജിമ. ഞാനിതൊക്കെയും നിങ്ങളോട് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല, എനിക്കുള്ള കാര്യങ്ങൾ കൊണ്ടും എനിക്ക് സംഭവിക്കുന്നവ കൊണ്ടും തൃപ്തനാകുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന തർജ്ജിമ, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വാചകം ഇങ്ങനെയൊന്ന് പഠിച്ചേ, വേണമെങ്കിൽ എഴുതി വെച്ചാട്ടെ. എനിക്ക് ഉള്ള കാര്യങ്ങൾ കൊണ്ടും എനിക്ക് സംഭവിക്കുന്നവ കൊണ്ടും തൃപ്തനാകുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ധ്യാനിക്കാം. ഒന്നാമത്തേത് ഉദ്ദേശശുദ്ധിയാണ്. അതായത് ഇതിന് മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അതൊരു മുഖസ്തുതിയുടെ ഒരു വാക്ക് പോലെ വരാമല്ലോ. അപ്പം നല്ല വാക്ക് പറഞ്ഞാലും തെറ്റിദ്ധാരണ വരാം. എന്നാൽ നല്ല വാക്ക് പറയണ്ടേ? ഇപ്പോൾ കർത്താവ് എഫേസോസിലെ സഭയോട് പറയുമ്പോൾ ഏതാണ്ട് 9 ഗുണങ്ങളെക്കുറിച്ചല്ലേ ആദ്യം പറയുന്നത്. എന്നിട്ട് ഒരു ദോഷം നിനക്കുണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ എപ്പോഴും പറയപ്പെടേണ്ടതാണ്. അപ്പോൾ അപ്പോസ്തലൻ ഈ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖസ്തുതിയായിട്ടോ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിളച്ചിൽ, അഭ്യാസം, സൂത്രം എന്നൊക്കെ ധരിക്കാം. കാരണം ഈ സുവിശേഷകരുടെ കൂട്ടത്തിൽ, ഉപദേശിമാരുടെ കൂട്ടത്തിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം പിടികിട്ടാത്തതുപോലെ പ്രയോഗിക്കാനായിട്ട് നല്ല പരിശീലനമുള്ള ആളുകൾ ധാരാളമുണ്ട്. അവർ എനിക്കാരുടെയും പൈസ വേണ്ട എന്ന് പറയുന്നത് തന്നെ വലിയ തുക പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. ഈ വക വിഷയങ്ങളൊക്കെ പറയുന്നത് ഈ പണം പിരിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ ഉദ്ദേശശുദ്ധി ഇല്ലാതെ ഉപദേഷ്ടാക്കൾ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായിരിക്കുന്നതിനാൽ ഉദ്ദേശശുദ്ധിയോടെ ഒരു നല്ല കാര്യം പറയുമ്പോഴും തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യത വളരെ വർദ്ധിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാനിത് പറഞ്ഞത് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല. ഇന്ന് നമ്മൾ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യം: നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ, ഒരു പ്രസംഗം കേട്ട ശേഷം നല്ല വാക്ക് പറയുമ്പോൾ, ഒരു ഫോൺ വിളിച്ചൊരു വാക്ക് പറയുമ്പോൾ, ഇതിനകത്തെല്ലാം ഉള്ളതാണോ പറയുന്നത്, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ പറയുന്നത് എന്ന് ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ വാക്കുകളെയല്ല, നമ്മുടെ ഉദ്ദേശത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു.